അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാനിന്ന് നടക്കാനിറങ്ങിയപ്പോൾ വിചാരിച്ചു ഒന്ന് ഈ സൈഡും കൂടി കാണിച്ചു തരാമെന്ന്. എൻ്റെ വേറൊരു വീഡിയോയിൽ ഈ വെസ്പയുടെ ഒരു ലോങ് വ്യൂ കാണിച്ചു തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് അടുത്തേക്കായിട്ടാണ് ഞാൻ ഇന്ന് റോഡിൽ വന്നത്. ഇതും കൂടി ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടപ്പെടും തോന്നുന്നു കേട്ടോ. നല്ല വ്യൂ ആണിപ്പോൾ. രാവിലെ ഒരു 6:30 അപ്പോൾ കുറച്ചും കൂടി ചെറിയ തണുപ്പാണ് ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു നോർമലി നടക്കാൻ പോകുന്ന സ്ഥലത്തല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി ഒന്ന് സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന്, നിങ്ങളെയും കൂടി കാണിക്കാമെന്ന്. കാരണം നോർമൽ ഡേയ്സ് ആണെന്നുണ്ടെങ്കിൽ വർക്കിന് പോകുന്നതുകൊണ്ട് എന്തായാലും ടൈം കിട്ടില്ല ഇത്രയൊന്നും ഫ്രീ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് അത്യാവശ്യം നല്ല സമയമുണ്ടായിരുന്നു. ഞാനൊരു 6:15 എത്തി ഇവിടെ. പിന്നെ കുറച്ച് സമയം നടന്നിട്ട് പിന്നെ മെല്ലെ വീഡിയോ ഒക്കെ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. ഇവിടെ കുറേ സൈഡിൽ നല്ല ഇഷ്ടംപോലെ ബോട്ടൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഈ സ്ഥലം വരുന്നത് നമ്മുടെ കോർണിഷിൽ നിന്ന് വെസ്റ്റ് ബേയിലേക്ക് പോകുമ്പോൾ വെസ്റ്റ് ബേ എത്തുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് റൈറ്റ് സൈഡിലാണ് ഈ സ്പോട്ട് വരുന്നത് കേട്ടോ. ഇവിടെ കുറേ പാർക്കിംഗ് ഉണ്ട്. എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് എല്ലാം പബ്ലിക് പാർക്കിംഗ് ആണ്. അതിന് പ്രത്യേകിച്ച് പബ്ലിക് പാർക്കിംഗ് ഫീസൊന്നുമില്ല. അതുകൊണ്ട് വെച്ചിട്ട് നടന്നാൽ മതി. അവിടെ ദൂരെ കണ്ടത് നമ്മുടെ ഇസ്ലാമിക് മ്യൂസിയം ആയിരുന്നു കേട്ടോ. ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്റ്റാച്യു കണ്ടോ, ഇത് ഞാൻ മുന്നേ കാണാറുണ്ട്. ഇതെനിക്ക് തോന്നുന്നു ഏഷ്യൻ ഗെയിംസോ അല്ലെങ്കിൽ ആ ഒരു സമയത്തുള്ള ഏതെങ്കിലും ഗെയിംസിൻ്റെ ഒരു ഭാഗമായിട്ട് നിർമ്മിച്ചതാണ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ആർക്കെങ്കിലും കാണുന്നവർക്ക് ഇത് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. ഞാൻ അങ്ങനെ ഒരു നിഗമനത്തിലായിരുന്നു ഇരിക്കുന്നത് കേട്ടോ. ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും വെസ്റ്റ് ബേയുടെ സൈഡിലേക്ക് ഒന്ന് നടക്കുകയായിരുന്നു. അവിടെ കുറേ ബോട്ട് വീണ്ടും ഈ സൈഡിലൊക്കെ നിർത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഈ ഒരു ഫ്രെയിം ചിത്രമൊക്കെ വരച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. പക്ഷെ ഇത്രക്ക് വൃത്തിക്ക് വരക്കാനുള്ളൊരു കഴിവ് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വരക്കുന്നില്ല. പക്ഷേ ആർക്കെങ്കിലും ഈ ചിത്രമൊക്കെ വരക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെങ്കിൽ വന്ന് വരച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും എന്ന് എനിക്ക് തോന്നി കേട്ടോ. എന്തായാലും രസമുണ്ട്. എപ്പോഴെങ്കിലും ഒരു ചിത്രം വരക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വരച്ചിട്ട് പോസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ വിചാരിച്ച ആൾക്കാരൊക്കെ കൂടുതലും പാർക്കിൽ മാത്രമേ നടക്കാനൊക്കെ പോകുന്നുണ്ടാവുള്ളൂ എന്ന്. പക്ഷേ ഇവിടെ വന്നപ്പോൾ സൈഡിലേക്കൂടെയൊക്കെ ആൾക്കാർ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. സൈക്ലിങ് അങ്ങനത്തെ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ആൾക്കാർ നടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇടയ്ക്കൊരു ദിവസം ഇതുപോലെയൊക്കെ രാവിലെ എണീച്ച് ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ പോയി നടക്കുന്നത് നല്ലതായിരിക്കും. ഒരു മാറ്റം നല്ലതിനാണെന്ന് തോന്നുന്നു. ഈ ഒരു ഫ്രെയിം നോക്കി, ഇത് എനിക്ക് ഇവിടെ വന്നിട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഫ്രെയിം ആയിരുന്നു കേട്ടോ. ഈ ഒരു ബോട്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലെ വെസ്റ്റ് ബേയുടെ ബിൽഡിങ്സും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് കഴിഞ്ഞ് ഞാനൊരു പ്രഹസനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് സമയം അവിടെ പോയിരുന്ന് വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാൻ അവിടെ പോയിരുന്ന് ഷോ കാണിച്ചു. അത് കഴിഞ്ഞ് കേട്ടോ ഫിഫയുടെ സമയത്ത് ഈ സ്ഥലങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ബെസ്റ്റ് കളർഫുൾ പ്ലേസ്. ഇവിടെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇവിടെയൊക്കെ എന്തൊക്കെയോ ഇവൻറ്റ്സും പരിപാടീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ഞാൻ കാണിച്ചു തരാം. ഇതാ ആ ഒരു സൈഡൊക്കെ കണ്ടോ, അവിടെയൊക്കെ ഒരു പച്ച കളറിൽ കുറേ മരങ്ങളൊക്കെ, ആ സൈഡിലും ഫുൾ പരിപാടീസായിരുന്നു കേട്ടോ. ഇവിടെ മെട്രോ ഇറങ്ങി നടന്നതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇതിനടുത്ത് അവിടുന്ന് പിന്നെ കുറച്ച് സമയം ഞാൻ അങ്ങോട്ട് നടന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ വേറൊരു സ്റ്റാച്യു കൂടി കണ്ടായിരുന്നു. സ്റ്റാച്യു അല്ല, ഒരു ആർട്ടാണ്. ഒരാൾ ഫുട്ബോൾ കൈകൊണ്ട് തട്ടുന്ന പോലെയായിട്ടാണ് എനിക്ക് തോന്നിയത്. കറക്റ്റ് അറിഞ്ഞൂടാ. ഇതും ഇവിടെ ഉണ്ടായ ഒരു ഇവൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിർമ്മിച്ചതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എല്ലാം തിരിച്ച് നടക്കുകയായിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ നടക്കുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടത് കേട്ടോ. ഇതിൻ്റെ താഴെയായിട്ട് നേരെ അപ്പുറത്തെ സൈഡിലായിരുന്നു ഞാൻ നേരത്തെ ഉണ്ടായത്. ആ സ്റ്റാച്യു കണ്ടല്ലേ, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സ്ഥലം ഞാൻ മുന്നേ എപ്പോഴും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ശ്രദ്ധിച്ചില്ല. കാരണം ഫിഫയുടെ സമയത്ത് ഇതിലെ കൂടെയൊക്കെ ഞാൻ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സ്ഥലമാണെന്ന് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. എന്നാലും നല്ല സ്പോട്ടാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലൊരു സ്റ്റാർബക്സിൻ്റെ ഒരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ വേറൊരു ഷോപ്പും കൂടി ഉണ്ട്. ഈവനിങ്ങിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വൈബായിരിക്കും തോന്നി. കപ്പിൾസോ ഫ്രണ്ട്സോ ഫാമിലിയൊക്കെ ആയിട്ട് വരാൻ പറ്റിയ സ്പോട്ട് തന്നെയാണ്. ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ 2-3 പിള്ളേർ താഴ്ന്ന കൈയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ വേറെ ദിവസം കാണാം എല്ലാവരും. വീഡിയോ കണ്ടതിൽ സന്തോഷം. അപ്പോൾ ഗുഡ് ബൈ.